ശ്രുതി പറയും രാവിലെ തൊട്ടേ എന്നെ കളിയാക്കുകയാണല്ലോ. ഞാൻ നന്നായിട്ടൊക്കെ സംസാരിക്കും. നിധി പറയും എന്നാ ഒന്ന് കാണിക്കും. ശ്രുതി പെൺവീട്ടുകാരോട് സംസാരിക്കുന്ന പോലെ കാണിക്കുകയാണ്. ഇത് കേട്ടിട്ട് നിധി പറയും സുധീഷ് സംസാരിക്കണ്ട, ഹരീഷ് സംസാരിച്ചാൽ മതി. ഹരീഷ് പറയും എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല ഏട്ടത്തി, ഏട്ടത്തി സംസാരിച്ചാൽ പോരെ. ശ്രുതി പറയും അത് ശരിയാ. നിധി പെൺവീട്ടുകാരെ ഫോൺ വിളിക്കുകയാണ്. ആരാ സംസാരിക്കുന്നതെന്ന് പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ നിധിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരിക. സുഭാഷ് എന്താ കാര്യം ചോദിക്കുമ്പോൾ ആരൊന്നും ഒന്നും പറയില്ല. ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല രഹസ്യമാണോ? നിധി പറയും ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് ഒരു സഞ്ചി എടുത്തിട്ട് സാധനം വാങ്ങാൻ പോവാണ്. പോയി കഴിയുമ്പോൾ നിധി അച്ഛനെ അങ്ങോട്ട് വിളിപ്പിക്കും. അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. അച്ഛൻ പറയും ഇത്രയും പറഞ്ഞാൽ നിനക്ക് അങ്ങോട്ട് വരുന്ന കാര്യം കൂടി പറയാമായിരുന്നില്ലേ. ശ്രുതിക്കും ഹരീഷിനും നികേഷിനും ഒന്നും ഇക്കാര്യത്തിൽ അച്ഛനെ ഉൾപ്പെടുത്തുന്നതിൽ താല്പര്യമില്ല. നിധി പറയും വീട്ടിലെ മുതിർന്ന ആൾ വേണ്ടേ പറയാൻ. നാളെ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ വീട് വരെ ഒന്ന് പോകാമായിരുന്നു. അച്ഛൻ പറയും ഓക്കെ നമുക്ക് പോവാം. എന്നാൽ അവരെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അവരോടൊന്ന് സംസാരിക്കാമെന്ന് ഒന്ന് കാണിക്കുമോ? അച്ഛൻ പറയും ഇതെന്താ മോണോ ആക്റ്റോ? അതൊക്കെ സിമ്പിളല്ലേ, ഫോൺ താ ഞാൻ സംസാരിക്കാമെന്ന് പറയും. നിധി പറയും ആദ്യം ഒന്ന് കാണിക്ക് എന്നിട്ട് വിളിക്കാമെന്ന് പറയും. അച്ഛൻ പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. നിധിക്കും കുറച്ചുകൂടെ മാന്യമായിട്ടൊക്കെ സംസാരിച്ചൂടെ? അച്ഛൻ പറയും ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിധി നികേഷിനോട് അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ പറയും. എന്നിട്ട് പെണ്ണിൻ്റെ അച്ഛനെ വിളിക്കുന്ന പോലെ നിധി വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. നികേഷ് പെണ്ണിൻ്റെ അച്ഛനായിട്ടും സംസാരിക്കും. അച്ഛൻ ചോദിക്കും ഇത് കാണിച്ചു തരാനാണോ നീ ഇവനെ ഇവിടെ ഇരുത്തി ടീച്ചറെ പോലെ കാണിച്ചു തന്നത്? നീ നമ്പർ ഡയൽ ചെയ്ത് ഇങ്ങത്താ, ഞാൻ സംസാരിച്ച് കാണിച്ചു തരാം. അച്ഛൻ പെണ്ണിൻ്റെ അച്ഛനോട് സംസാരിക്കുകയാണ്. സംസാരിച്ച് കഴിഞ്ഞ ശേഷം അച്ഛൻ ചോദിക്കും എങ്ങനെയുണ്ട്, ഇത്രയും മര്യാദ മതിയോ? നിധിയും ശ്രുതിയൊക്കെ ഇത് കണ്ടിട്ട് കൈയടിക്കുകയാണ്. നിധി പറയും ഇത്രയും നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഞാൻ ട്യൂഷൻ തരേണ്ട കാര്യമില്ലല്ലോ. സുഭാഷ് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവർ സുഭാഷിനോട് പറയാണ്. സുഭാഷ് പറയും മാട്രിമോണി ഒന്നും വേണ്ടില്ലായിരുന്നു. എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ സുഭാഷ് പറയും ശരി ഞാൻ വരാം. രാവിലെ പോകാൻ വേണ്ടി എല്ലാവരും കൂടെ റെഡി ആവുകയാണ്. നിധി ഒരുങ്ങിയൊരു സാരി കൊടുത്ത് വരുന്നത് കാണുമ്പോൾ ശ്രുതി പറയും നിധിക്ക് സാരി നന്നായിട്ടുണ്ട്. നിധി ചോദിക്കും അതിന്? നികേഷ് പറയും സാരി കൊടുത്തപ്പോൾ ഏടത്തി സുന്ദരിയായിട്ടുണ്ട്. നിധി പറയും ആണോ, താങ്ക്സ്. അച്ഛൻ പറയും എന്നാൽ നമുക്ക് ഇറങ്ങല്ലേ എന്ന് ചോദിക്കും. അവർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവരവിടെ എത്തുമ്പോൾ തന്നെ മുന്നിൽ തന്നെ പെണ്ണിൻ്റെ അച്ഛനുണ്ടാവും. അവരവിടെ ഇരുന്ന് കഴിയുമ്പോൾ നിധി അച്ഛനോട് പറയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, നമ്മുടെ വീടിനെ പറ്റിയും എല്ലാവരെ കുറിച്ചൊക്കെ ഒന്ന് പറയും. അച്ഛനിങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കും അപ്പോൾ രണ്ടാമത്തെ ആൾ ആദ്യം കല്യാണം കഴിച്ചോ, അതെന്ത് പറ്റി? നിധി പറയും ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു, വീട്ടിൽ പ്രശ്നമായപ്പോൾ വേഗം കഴിക്കേണ്ടി വന്നു. പെണ്ണിൻ്റെ അച്ഛൻ പറയും അവളോട് കാപ്പിയായിട്ട് വരാൻ പറ. എല്ലാവർക്കും കാപ്പി കൊടുക്കുമ്പോൾ നികേഷ് പറയും പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കേ. പെൺകുട്ടി സുഭാഷിനെ ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ്.